പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോസ് പോയി കണ്ടാലറിയാം. അതിൽ വിട്ടുപോയ 1-2 വസ്തുതകൾ കൂടിയുണ്ട്. ഈ പേരുകൾ നിങ്ങൾ കഴിഞ്ഞ HSSTയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കാണും. വാൾട്ടർ ബെഞ്ചമിൻ, തിയോഡോർ അഡോണ, ഹെർബർട്ട് മാർക്യൂസ്. ഇവരേതുമായിട്ട് ബന്ധപ്പെട്ടയാണ്? ഇവർ ഫ്രാങ്ക്ഫർട്ട് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഫ്രാങ്ക്ഫർട്ട് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂള് താരതമ്യ സാഹിത്യത്തിൽ വരുന്ന ഒന്നാണ്. അത് പഠിപ്പിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. തൽക്കാലം ഇത്രയും ഓർത്ത് വെച്ചേക്കുക. ഫ്രാങ്ക്ഫർട്ട് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ആരൊക്കെ? വാൾട്ടർ ബെഞ്ചമിൻ, തിയോഡോറോ അഡോണെ, ഹെർബർട്ട് മാർക്യൂസ് തുടങ്ങിയ ആളുകൾ. ഇവരുടെ പ്രധാനമായിട്ടും ഉള്ള ആശയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ലോകത്തിൻ്റെ എതിരാളികളാണ് കല എന്നാണ് ഇവർ വാദിക്കുന്നത്. യഥാർത്ഥ ലോകത്തിൻ്റെ എതിരാളികളാണ് കല എന്നാണ് ഫ്രാങ്ക്ഫർട്ട് സ്കൂളുകാർ വാദിക്കുന്നത്. ഇവർ ലൂക്കാച്ചിൻ്റെ ചിന്തകൾക്ക് എതിരാണ്. ജർമ്മൻ ലൂക്കാച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ സാഹിത്യം ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് ലൂക്കാച്ച് പറയുന്നത്. ലൂക്കാച്ചിൻ്റെ കൃതിയാണ് സ്റ്റഡീസ് ഇൻ റിയലിസം എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ, കുറേ സങ്കല്പനങ്ങൾ പഠിക്കാം. അതായത് ഹെജിമണി എന്നുള്ളത് ആരുടെയാണ്? അന്റോണിയോ ഗ്രാംഷി. അടിത്തറ മേൽപ്പുര ബന്ധത്തെ എതിർക്കുന്ന ലൂയി അൽത്തൂസറാണ് നാനാകരണവാദം അവതരിപ്പിക്കുന്നത്. നാനാകരണവാദം ലൂയി അൽത്തൂസർ. അതുപോലെ മറ്റൊന്നാണ് കഥാസിസ്, അരിസ്റ്റോട്ടിൽ. പിന്നെ ഫ്യൂച്ചറലിസം, എഫ്.ടി. മാറനെറ്റി. നാച്ചുറലിസം, എമിലി സോള. ലാങ് പരോള്, അതറിയാലോ ആരുടെയാണ്? സൊസ്യൂർ. എ തിയറി ഓഫ് സെമിയോട്ടിക്സ്, ഉംബർട്ടോ എക്കോ. ഓക്കെ, ഹെറ്ററോഗ്ലോസിയ, ക്രോണോടൈപ്പ്, ഡയലോജിസം ഇതൊക്കെ ഭക്തിൻ്റെയാണ്. കൂടാതെ അട്ടറൻസും ഭക്തിൻ്റെയാണ്. എന്തൊക്കെയാണ്? ഹെറ്ററോഗ്ലോസിയ, ക്രോണോടൈപ്പ്, ഡയലോജിസം, അട്ടറൻസ് ഇതൊക്കെ ഭക്തിൻ്റെയാണ്. ഹെറ്ററോഗ്ലോസിയ, ക്രോണോടൈപ്പ്, ഡയലോജിസം, അട്ടറൻസ് ഇതൊക്കെ ആരുടെയാണ്? ഭക്തിൻ്റെയാണ്. ഒബ്ജക്റ്റീവ് കോറിലേറ്റ് നമ്മൾ പഠിച്ചല്ലോ, ആരുടെയാണ്? TS എലിയട്ട്. വർക്ക്ഷോപ്പ് ക്രിറ്റിസിസവും TS എലിയട്ടിൻ്റെ ആണ്. സിനേസ്തനിസ്, അയ്യർ റിച്ചാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റൊരു സാധനം എന്താണ്? പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ഓറിയൻ്റലിസം ആരുടെയാണ്? എഡ്വേർഡ് സൈദിൻ്റെ ആണ്. സംസ്കാരവാദം റെയ്മണ്ട് വില്യംസുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസ്കാരവാദം എന്ന് പറയുന്നത്. അപനിർമ്മാണം അറിയാലോ, ദെർദയാണ്. കല ജീവിതത്തിന് വേണ്ടി മാത്യു അർണോൾഡാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഹെറ്ററോഗ്ലോസിയ, അതേപോലെ ക്രോണോടൈപ്പ്. കാർണിവൽ തിയറിയും ഭക്തിൻ്റെയാണ്. ഭക്തിൻ്റെ കാർണിവൽ തിയറി വെച്ചിട്ട് കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾ പഠിച്ചതാണ് KN ഗണേഷൊക്കെ. ഓക്കെ, സ്ത്രീവാദം ജൂലിയ ക്രിസ്റ്റേവയാണ്. ന്യൂ ക്രിറ്റിസിസം ജോൺ ക്രോ റാൻസോ ആണ് ന്യൂ ക്രിറ്റിസിസം. ഇതൊക്കെ ചേരുമ്പടി ചേർക്കുക എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുക. അപ്പോൾ ഓർത്ത് വെച്ചേൽക്കുക. കലയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞത് വാൾട്ടർ പേറ്ററാണ്. സ്ട്രക്ചറലിസം സൊസ്യൂറാണ്. അപനിർമ്മാണവും ദെർദയാണ്. പ്രാഥമിക ഭാവനയും ദ്വിതീയ ഭാവനയും ആരായിരുന്നു? കോളറിഡ്ജാണ്. പിന്നെ ദ റജഡ് ഓഫ് ദ എർത്ത് അത് ഫ്രാൻസിസ് ഫാനൻ്റെ ആണ്. ദ റജഡ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത് ഫ്രാൻസിസ് ഫാനൻ്റെ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ റിവിഷൻ സീരീസിൽ ഉൾപ്പെടുത്തും. നാളെ ഒരു റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇതുവരെ ഇട്ട ക്ലാസ്സുകൾ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് ആ റിവിഷൻ ടെസ്റ്റ് എഴുതുക. 20 മാർക്കിൻ്റെ ആയിരിക്കും. എല്ലാ സൺഡേയിലും റിവിഷൻ ടെസ്റ്റ് ആയിരിക്കും. സെറ്റ്, നെറ്റ്, HSST, HSA എല്ലാത്തിനും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ക്ലാസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.